അമ്മേ അമ്മേ അമ്മ ഇങ്ങോട്ട് എഴുന്നേക്കമ്മേ. അമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. എന്താടി? ഇങ്ങോട്ട് വാ, ഒരു കാഴ്ച കാണിച്ചു തരാം. ഓ എന്താടി നീ കാര്യം പറ. പറയാനുള്ളതല്ല, കാണിക്കാനുള്ളതാ. അമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ, കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. എന്താടി? തരാം, ഇങ്ങോട്ട് വാ. ദേ നോക്കമ്മേ. മുറി വൃത്തിയാക്കാത്തത് കൊണ്ടാണ് കൊച്ചുമാൻ അകത്ത് കിടക്കാത്തതെന്നല്ലായിരുന്ന പരാതി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആദിക്കുട്ടാ, ആദിക്കുട്ടാ, ഡാ ആദിക്കുട്ടാ, ആദി, എടാ ആദി, ഡാ. എന്താടാ ഇവിടെ കിടന്നുറങ്ങുന്നു? അത് വെറുതെ കാറ്റോ? എന്താ നിന്റെ മുറി കാറ്റില്ലേ? ഉണ്ട്, എന്നാലും ഒരെന്നാലും ഇല്ല. നീ വന്ന് വാ, നീ അകത്ത് കിടന്നാ മതി. വേണ്ട മുത്തശ്ശി, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അത് ശരിയാവില്ലെന്നേ. അതിനാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവളാ മുറി വൃത്തിയാക്കിയിട്ടത്? അല്ല, നീ ഒന്നും പറയണ്ട, മര്യാദക്ക് അവിടെ പോയി കിടക്കാൻ നോക്ക്. അല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞോട്ടെ. മിണ്ടി പോവരുത്. വന്നേ, പാടാ ഇങ്ങോട്ട്. മുത്തശ്ശി വീട്, ഞാൻ പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടെന്നേ, ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. മുത്തശ്ശി, ഞാൻ ഇവിടെ കിടന്നോളാം, കുഴപ്പമില്ല. നിന്റെ മനസ്സിലിരിപ്പ് എന്താന്നൊക്കെ എനിക്കറിയാടാ. എന്ത്? അവിടെ കിടക്കാനേ എന്നെ കൂട്ടുപിടിക്കാനുള്ള നമ്പരല്ലേ ഇത്? അതെ. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. നിന്റെ ഒരു കാര്യം, നിന്നെ എനിക്കറിയില്ല എന്റെ ആദിക്കുട്ടാ. നീ വാ, മുത്തശ്ശി നിന്നെ ഉറക്കാം. വാ, ഇങ്ങോട്ട് വാ, വാന്ന്. എന്റെ ഈശ്വര, ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു മുത്തശ്ശി മോനും ഉണ്ടാവില്ല. ഭാഗ്യം ചെയ്തവരാ രണ്ടുപേരും. മുത്തശ്ശി. ഓഹോ, പിന്നെയും പൂട്ടിക്കെട്ടിയോ? ഇതെന്തിനാടാ ഏതു നേരം ഇങ്ങനെ പൂട്ടി വെക്കുന്നത്? തുറക്കടേ അങ്ങോട്ട്. അല്ല മുത്തശ്ശി പൊക്കോ, ഞാൻ കിടന്നോളാം. അങ്ങനെ ഇപ്പൊ കിടക്കണ്ട. നിന്നെ ഉറക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. തുറക്ക മുത്തശ്ശി. നിന്ന് ചിണുങ്ങാതെ വാതില് തുറക്കടാ. ഇങ്ങോട്ട് വന്നേ, തുറക്ക തുറക്ക തുറക്കടാ. ആ പോ, അങ്ങോട്ട് പോ. ഇരിക്കടാ. പറ, നിനക്ക് എന്ത് കഥയാ കേൾക്കണ്ടേ? കഥയോ? ആ, കഥ. പണ്ടത്തെ പോലെ എന്റെ കഥ കേൾക്കാനുള്ള വേലയല്ലേ ഇതൊക്കെ? നിനക്ക് ഏത് കഥയാ കേൾക്കണ്ടേ? പറ, ഏത് കഥയാ വേണ്ടേ? അത് മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള പറഞ്ഞോ. എങ്കിലേ ഞാൻ ആ പഴയ രാജകുമാരന്റെ രാജകുമാരിയുടെ കഥ പറയാം. മതിയോ? ആ പിന്നെ കഥയൊക്കെ ഞാൻ പറയാം, പക്ഷേ നീ എന്റെ മടി കിടക്കണം. മടി കിടന്ന് കഥയൊക്കെ ഞാൻ എന്താ കുട്ടിയാണ്? സംശയം എന്താ? നീ എനിക്ക് എന്നും ചെല്ലക്കുട്ടി തന്നെയാ. മുത്തശ്ശി. കിടക്കടാ ഇങ്ങോട്ട്. ആ, എണീറ്റേ, എണീക്ക്. എഴുന്നേക്ക. വാ വാ. പണ്ട് പണ്ട് ഏഴാം കടലിനക്കരെ രാവും പകലും നോക്കാതെ നക്ഷത്രങ്ങളും മേഘങ്ങളും പെയ്തിറങ്ങുന്ന ഒരു പവിഴ ദ്വീപുണ്ടായിരുന്നു. അവിടെ വെള്ളാരം കണ്ണുകളുള്ള അതിസുന്ദരനായ ഒരു രാജകുമാരനും അവനേക്കാൾ സൗന്ദര്യമുള്ള ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. ഈ രാജകുമാരി ഉണ്ടല്ലോ, അതീവ ബുദ്ധിശാലിയായിരുന്നു. ഒരിക്കൽ ദുഷ്ടനായ ഒരു രാക്ഷസൻ കടല് കടന്നു വന്ന് രാജകുമാരിയെ കപ്പലിൽ കയറ്റി ആകാശക്കോട്ടയ്ക്ക് ചുവട്ടിലുള്ള ഗോപുരത്തിന്റെ മുകളിൽ എത്തിച്ച് തടവിലാക്കി. രാജകുമാരനെ ഓർത്ത് രാജകുമാരി ഊണും ഉറക്കവുമില്ലാതെ കരയാൻ തുടങ്ങി. രാജകുമാരിയെ കാണാതെ രാജകുമാരനും ഒരുപാട് സങ്കടപ്പെട്ടു. ഒടുവിൽ അവൻ തന്റെ വെള്ളക്കുതിരയുടെ മുകളിൽ കയറി രാജകുമാരിയെ തേടി യാത്രയായി. കാടും മേടും
കടലും പുഴയൊക്കെ കടന്ന് കാലങ്ങളോളം ആ യാത്ര തുടർന്നു. അവന് അവളെ കണ്ടെത്താൻ കഴിയോ? ആദിക്കുട്ട, നീ ഉറങ്ങിയോ? ഇല്ല,